ഇപ്പോൾ വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ വീണ്ടും ഹർജി എത്തിയിരിക്കുകയാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് ഹർജി നൽകിയത്. ഓഡിറ്റ് നടത്താൻ CAGക്ക് നിർദ്ദേശം നൽകണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുകയാണ്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, വളരെ പ്രധാനപ്പെട്ട ഒരു ഹർജിയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത്. അതും BJP സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് ഹർജി നൽകിയിരിക്കുന്നു. ഇതിൽ വളരെ കൃത്യമായ അന്വേഷണം വേണം, CBI അന്വേഷണം വേണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു. ഹർജിയിൽ പറയുന്ന കാര്യങ്ങൾ എന്തെല്ലാം? ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മറ്റൊരു ഹർജി കൂടി ഹൈക്കോടതിയിൽ എത്തിയിരിക്കുകയാണ്. BJP സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ കൂടാതെ മറ്റ് രണ്ട് ഭക്തർ കൂടിയാണ് ഈ ഹർജി ഒരുമിച്ചാണ് ഹർജി നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള ഡോക്ടർ PS മഹേന്ദ്രകുമാർ, തൃപ്പൂണിത്തുറ സ്വദേശിയായിട്ടുള്ള C ദേവിദാസ്, ഇവരാണ് ഹർജിക്കാർ. പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന ഒരു ആവശ്യമെന്ന് പറയുന്നത് നിലവിലെ അന്വേഷണത്തിൽ തങ്ങൾക്ക് വിശ്വാസമില്ല. പ്രത്യേകിച്ച് പോലീസിന്റെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. പ്രത്യേക സംഘമാണെങ്കിലും അതിൽ DGP അടക്കമുള്ളവരാണ് ഇതിൽ കക്ഷിയേർന്നിട്ടുള്ളത്. അതുകൂടാതെ തന്നെ പോലീസിൻ്റെതായിട്ടുള്ള മേൽനോട്ടമാണ് നടക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ നിഷ്പക്ഷമായിട്ടുള്ള സ്വതന്ത്ര ഏജൻസിയുടെ ഒരു അന്വേഷണം വേണമെന്നുള്ളതാണ് പ്രധാനമായിട്ടും ആവശ്യപ്പെട്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം കൂടിയുണ്ട്, അതായത് CAG ഓഡിറ്റ് നടത്തണമെന്നുള്ള ആവശ്യം. ഇതുവരെയുള്ള മറ്റ് ഹർജികളൊന്നും തന്നെ ഈ CAG ഉൾപ്പെടുത്തിക്കൊണ്ട് ഓഡിറ്റ് നടത്തണമെന്നുള്ള ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഹർജിയിൽ പ്രധാനമായിട്ടും CBI അന്വേഷണത്തോടൊപ്പം തന്നെ ചേർന്ന് നിർത്തിക്കൊണ്ട് തന്നെ പറയുന്ന ഒരു ആവശ്യമാണ് CAGയുടെ ഓഡിറ്റ് വേണം. അതുകൂടാതെ തന്നെ ശബരിമലയിലെ കഴിഞ്ഞ 10 വർഷത്തെ വരവ് ചെലവ് കണക്കുകൾ ഓഡിറ്റിന് വിധേയമാക്കണം. കൂടാതെ 98-99 കാലഘട്ടം മുതൽ ഈ 2025 മുതൽ ശബരിമലയിലേക്ക് ഭക്തർ സംഭാവന ചെയ്ത സ്വർണത്തിന്റെ അടക്കം അമൂല്യ വസ്തുക്കളുടെ കണക്ക് അത് കൃത്യമായിട്ട് പുറത്തു വരണം. അതും ഓഡിറ്റിന് വിധേയമാക്കണമെന്നും കൂടി ഈ ഹർജിയിൽ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളും, ക്ഷേത്രങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങളുടെയും വരവ് ചെലവ് കണക്കുകൾ ഓഡിറ്റിന് വിധേയമാക്കിക്കൊണ്ട് കഴിഞ്ഞ 10 വർഷത്തെ കണക്കുകളാണ് ഓഡിറ്റിന് വിധേയമാക്കേണ്ടത്. അതിൻ്റെ കാലാവധി എത്ര നാളുകൊണ്ട് ഓഡിറ്റിന് തീർക്കണമെന്നുള്ള കാര്യം അത് ഹൈക്കോടതിക്ക് തന്നെ തീരുമാനിക്കാമെന്നും അതിൽ ഒരു നിർദ്ദേശം ഹൈക്കോടതി നൽകണമെന്നുമാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യമായിട്ട് ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ഒന്നുകിൽ ഈ കേസ് അന്വേഷണം CBIക്ക് വിടുക, അതുമല്ലെങ്കിൽ CBIയുടെ ഉദ്യോഗസ്ഥരെ നിലവിലെ പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തുക. കൂടാതെ ഒരു വിദഗ്ധനായിട്ടുള്ള ഓഡിറ്ററെ കൂടി നിലവിലെ പ്രത്യേക സംഘത്തിൽ ഉൾപ്പെടുത്തണമെന്നുള്ള ഒരു ആവശ്യം ഈ ഹർജിയിൽ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു. കാരണം നാളുകളായിട്ട് ഭക്തരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള ഒരാവശ്യം തന്നെയാണ് സ്വതന്ത്രമായിട്ടുള്ള ഒരു ഏജൻസിയിലേക്ക് ഈ അന്വേഷണം പോകണമെന്നുള്ളത്. അത് നിലവിൽ 2 ഹർജികളായിട്ട് ഹൈക്കോടതിയിൽ എത്തിയിരിക്കുകയാണ്. നാളെ എന്തായാലും ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ മുന്നിൽ രാജീവ് ചന്ദ്രശേഖർ നൽകിയിട്ടുള്ള ഈ ഹർജി വരുന്നുണ്ട്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് VHP ഒരു ഹർജി നൽകിയിരുന്നു. അതിൽ വിശദമായിട്ടുള്ള വാദം കേൾക്കാനായിട്ട് ഹൈക്കോടതി മാറ്റിയിരിക്കുകയാണ്. മറ്റൊരു സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം, ഈ വരുന്ന 3-ാം തീയതിയാണ് ഈ പ്രത്യേക സംഘത്തിന്റെ റിപ്പോർട്ട് ഹൈക്കോടതി വീണ്ടും പരിശോധിക്കുന്നത്. സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് ഇതുവരെ സ്വീകരിച്ചിട്ടുള്ള എല്ലാ നടപടികളും ഹൈക്കോടതി പരിശോധിക്കും. അതിനോടൊപ്പം ചേർത്തുകൊണ്ട് തന്നെയായിരിക്കും ഈ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ അടക്കം നൽകിയിട്ടുള്ള ഈ ഹർജി ഹൈക്കോടതി പരിശോധിക്കുക. നീലിമ, അതായത് രേഷ്മ, ഈ സ്വർണ്ണക്കവർച്ച ഉണ്ടായ സമയം മുതൽ വളരെ കൃത്യമായി BJP പല ഘട്ടത്തിൽ ആവശ്യം ഉന്നയിച്ചതാണ് ഈ വിഷയത്തിൽ. ഈ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള സംവിധാനം SIT അന്വേഷിച്ചാൽ കൃത്യമായ വിവരങ്ങൾ പുറത്തു വരില്ല, ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പിലേക്ക് ഇതിൻ്റെ അന്വേഷണം ചെന്നെത്തില്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞതാണ്. അത് ഏതാണ്ട് ശരിവെക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഏറ്റവും ഒടുവിൽ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തു, പക്ഷേ അതിന് മുകളിലേക്ക് അന്വേഷണം നീങ്ങുന്നില്ല. പത്മകുമാറിന് നിർദ്ദേശം നൽകിയ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക്, ദേവസ്വം മന്ത്രി അടക്കമുള്ളവരിലേക്ക് അന്വേഷണം ചെന്നെത്താതെ അത് അവിടെ തട്ടി നിൽക്കുന്നൊരവസ്ഥയുണ്ട്. ഈ ഘട്ടത്തിലല്ലേ വളരെ കൃത്യമായി CBI അന്വേഷണം ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് രേഷ്മ?
അതെ നീലിമ, അതായത് പത്മകുമാർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് കടകംപള്ളിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ. പക്ഷേ പത്മകുമാർ കഴിഞ്ഞിട്ട് മറ്റൊരു രീതിയിലേക്ക് അന്വേഷണത്തിന്റെ തലം എത്തിക്കാനായിട്ട് ഇതുവരെ പ്രത്യേക സംഘത്തിന് സാധിച്ചിട്ടില്ല. പത്മകുമാറിന്റെ അറസ്റ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം, കടകംപള്ളിയുടെ മൊഴിയെടുക്കാനോ ചോദ്യം ചെയ്യാനോ ആ ഒരു ഘട്ടത്തിലേക്കൊന്നും അന്വേഷണ സംഘം കടക്കുന്നുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഏറെ പ്രസക്തമായിട്ടാണ് ഈ ഹർജി എത്തിയിരിക്കുന്നത്. കാരണം സ്വതന്ത്രവും നിഷ്പക്ഷവുമായിട്ടുള്ള ഒരു അന്വേഷണം ഭക്ത സമൂഹം ആവശ്യപ്പെടുന്നുണ്ട്. ഹൈക്കോടതിയുടെ മേൽനോട്ടം ഈ അന്വേഷണ സംഘത്തിന്റെ മേൽ ഉണ്ട് എങ്കിൽ പോലും ഈ ഒരു അന്വേഷണ സംഘത്തെ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ സംഘാംഗങ്ങൾ എന്ന് പറയുന്നത് പോലീസ് തന്നെയാണ്, സംസ്ഥാന ഏജൻസി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ പരിപൂർണമായിട്ട് ഒരു നിഷ്പക്ഷത പറയാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഹർജിയിൽ ഉടനീളം വാദം എന്നുള്ള രീതിയിൽ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. അത് മാത്രവുമല്ല, ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിൽ മറ്റു പല ക്ഷേത്രങ്ങളുടെയും വരവ് ചെലവ് കണക്കുകളിലും കൃത്യതയില്ലായ്മയുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങളിൽ സമഗ്രമായിട്ടുള്ള ഒരു പരിശോധന വേണമെന്നും ഈ ഹർജിയിൽ ഉന്നയിക്കപ്പെടുന്നുണ്ട്. അതുകൂടാതെ ഏറെ പ്രസക്തമായിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ SIT സംഘത്തിൽ ഒരു ഓഡിറ്ററെ കൂടി, വിദഗ്ധനായിട്ടുള്ള ഒരു ഓഡിറ്ററെ കൂടി ഉൾപ്പെടുത്തണമെന്നുള്ള കാര്യം. എന്തായാലും നിലവിൽ പ്രത്യേക സംഘം നടത്തുന്ന ഈ അന്വേഷണം പത്മകുമാറിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. അതിനപ്പുറത്തേക്ക് വിപുലമായിട്ടുള്ള രീതിയിൽ ഈ അന്വേഷണം പോകുന്നില്ല. അതുമാത്രമല്ല, ഈ പത്മകുമാറിന്റെ ഒക്കെ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഹൈക്കോടതി ആദ്യഘട്ടത്തിൽ ഈ ഒരു അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷം വലിയ വിമർശനം ഉന്നയിച്ചതിന് തൊട്ട് പിന്നാലെ തന്നെയായിരുന്നു. എന്തായാലും സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ വേണമെങ്കിൽ നിഷ്പക്ഷമായിട്ടുള്ള രീതിയിൽ അന്വേഷിക്കുന്ന CBI തന്നെ വരണമെന്നുള്ളതാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഹൈക്കോടതി ദേവസ്വം ബെഞ്ചാണ് ഇക്കാര്യത്തിൽ തീരുമാനം കൈക്കൊള്ളേണ്ടത്. കാരണം SIT സംഘം അതിന്റെ മേൽനോട്ടം ഹൈക്കോടതിക്കാണ്. അന്വേഷണ പുരോഗതി റിപ്പോർട്ട് നിശ്ചിത കാലയളവിനുള്ളിൽ ഹൈക്കോടതി പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ഹർജി പരിഗണിക്കുന്ന സമയത്ത് ഹൈക്കോടതി ഈ ആവശ്യങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കും. അതോടൊപ്പം തന്നെ ഈ ആവശ്യങ്ങൾ എത്രത്തോളം പ്രസക്തമാണെന്നുള്ള കാര്യം ഹൈക്കോടതി വിലയിരുത്തും. നീലിമ. ശരി രേഷ്മ, സ്വർണ്ണക്കവർച്ചയിൽ അതീവ നിർണായകമായ നീക്കമാണ് ഇപ്പോൾ BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഹർജി നൽകിയിരിക്കുന്നു. ഓഡിറ്റ് നടത്താൻ CAGക്ക് നിർദ്ദേശം നൽകണമെന്നുകൂടി ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. രേഷ്മ ബാബുവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.